പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട കൊടുക്കുക. പ്രത്യേകിച്ച് 2025 ജൂലൈ മാസം 10 ശനിയാഴ്ച ഈ പ്രാർത്ഥനയുടെ ആവർത്തനം യേശുവെ അങ്ങേ സ്തുതിക്കാണ് അന്ന് നൽകിയിട്ടുള്ള പ്രാർത്ഥിക്കുന്നു. ഇരട്ടി നന്മ യേശുവെ ആരെങ്കിലും നൽകുവാൻ ആഗ്രഹിക്കുന്ന സാധിക്കാതെ പുതുവഴി തുറന്ന് ഇരട്ടി നന്മകളാണ് യേശുനാമത്തിൽ പ്രാർത്ഥന നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കണം. പ്രത്യേകിച്ച് ഒരു കാര്യം വീണ്ടും പൂർവ്വമാണ് ജീവന ദൈവത്തെ ആരാധന വലിയ സാഹചര്യങ്ങൾ നമുക്ക് ദൈവം നൽകുന്നത് വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തന സമയം ദൈവാനുഗ്രഹമായി ഈ നാളുകളെല്ലാം ദൈവം നടത്തുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മെ ആഗ്രഹിക്കുമ്പോൾ ചുരുക്കം പേരാണെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ നൽകിയിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ നല്ല സന്ദർഭങ്ങളാണ് ലഭിച്ചത്. ഇന്ന് നാം ചിന്തയ്ക്കായി കഴിഞ്ഞ വേദഭാഗം നമ്മൾ വായിച്ചിരുന്നതായ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൽ 30 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ 2 ചെറിയ വാക്യങ്ങളാണ് നമുക്ക് ഉള്ളുവെക്കുകയാണ്. ഒരു വലിയ സംഭവമാണ് ഇവിടെ കാണാനായിട്ട്. നമുക്കറിയാം വേദപുസ്തകം പഠിക്കുമ്പോൾ ചെറിയ ഒരു വചനമായിരുന്നാലും 2 വചനമായിരുന്നാലും അതിനകത്ത് വലിയ 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 മർമ്മങ്ങളും വലിയ ജീവിതങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ നാം കാണുവാനായിട്ട് എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത്. എബേസിന്റെ ജനനം മുതൽ എബേസിന്റെ ജീവിതം മൊത്തം ഈ 2 വാക്യത്തിലൂടെ അറിയപ്പെടുകയാണ്. നമുക്കറിയാം എബേസ് എന്ന് പറയുമ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ വേദപുസ്തകത്തിൽ ഇത്രയും അനേകം അധ്യായങ്ങളുള്ള ഈ വലിയ പുസ്തകത്തിലെ ഒരു ചെറിയ ഒരു കൊച്ചു 2 വാക്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ജനനം മുതലുള്ള അവസ്ഥയെ കുറിച്ചുള്ള പഠിപ്പിക്കുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. മനസ്സിലാക്കാതെ എബേസ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ എബേസ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണല്ലോ. 10-ാം വാക്യം ഇങ്ങനെയാണ്. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചത് എന്റെ അത് വിസ്താരമാക്കി നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാലമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. ഇവിടെവരെ അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി എന്നുള്ളതാണ്. എബേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമേ, ഈ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ അനേകമായിട്ടുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. അതിൽ വിവിധമായ ജീവിത ശൈലികളുള്ളവർ, വിവിധമായ സംസ്കാരം ഉള്ളവരാണ് ഈ യഹൂദന്മാരുടെ ഇടയിലുള്ളത്. എന്നാൽ ഇവിടെ എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ അവിടെ കാണാൻ കഴിയുന്നത് എബേസിന്റെ അമ്മയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചരിത്രത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. എബേസിന്റെ അമ്മയും എബേസിന്റെ പപ്പയും എബേസിന്റെ സഹോദരനും എബേസ് അത് ജനിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മനസ്സിലാക്കണേ, എബേസിന്റെ മാതാപിതാക്കൾ ആ കുടുംബം ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവരുടെ ജീവിതത്തില് അനേക ക്ലേശങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ കാലയളവും ഉണ്ടാവുകയാണ്. നോക്കണമേ, ഇവിടെ എബേസിന്റെ പപ്പ ഒരു ദിവസം മരിക്കുകയാണ്. മനസ്സിലാക്കണം, എബേസ് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ഗുരുവായൂരേയുള്ളൂ. ഈ നാളിൽ തന്നെ പെട്ടെന്ന് എബേസിന്റെ സഹോദരങ്ങളുണ്ട്. എബേസിന്റെ പപ്പ മരിക്കുക. നമുക്കറിയാം, ഒരു വീട്ടിലെ ഒരു പപ്പയും അമ്മയും ഉള്ളപ്പോൾ പെട്ടെന്ന് ആ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അവിടെ പപ്പ മരിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് നമ്മുടെ പുതിയ സംസ്കാരവും പഴയ സംസ്കാരവും ജനിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു പതിവുണ്ട്. ഇവിടെ എബേസിന്റെ ഭവനത്തിൽ എബേസിന്റെ മാതാപിതാക്കളിൽ നോക്കണമേ അവിടെ സംഭവിക്കുകയാണ്. അവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ പിതാവ് മരിച്ചു. നോക്കണമേ, ഒരു സാമാന്യം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തിൽ ജീവിക്കുന്ന സമയത്താണ് തന്റെ അല്പ ഭർത്താവ് മരണപ്പെട്ടുകൊണ്ട്
ഈ സന്ദർഭത്തില് തന്റെ ഉദരത്തിലെ ഏകദേശം ഒരു 3-4 വയസ്സ് 4 മാസം പ്രായമുള്ള ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലെ പിതാവ് മരിച്ചുപോയി എന്ന് വിചാരിച്ചു. നോക്കണമേ കാണാനായിട്ട് വരുന്നത് അവിടെ എന്റെ സഹോദരങ്ങളുണ്ട്. ഈ അമ്മ ഒരു വേള ഈ മക്കൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് അടുത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് ജോലി ചെയ്തേക്കാം, യാചിച്ചേക്കാം, കഷ്ടപ്പെട്ടേക്കാം. പല ഭവനങ്ങളിൽ ചെന്ന് നോക്കണമേ, അത് ഇസ്രായേൽ മക്കളുടെ യഹൂദന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവര് ഒന്നുമില്ലെങ്കിൽ വയലിൽ പോയി അവിടെയുള്ളതായ ആ കൊയ്യുന്ന സമയത്തുള്ള ചെറിയ കറ്റപ്പൊടിയെങ്കിലും ആക്കിക്കൊണ്ടുവന്ന് അത് അവർ ശേഖരിക്കുന്ന സാധാരണക്കാരായ കുടുംബങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ അമ്മ ഒരു വേള അത്രയും കഷ്ടത അനുഭവിച്ചിരിക്കുക. രണ്ടാമത് വീണ്ടും മനസ്സിലാക്കണമേ, ഈ അമ്മ അനേകം ഭവനങ്ങളിൽ ജോലിക്ക് കടന്നു പോയിരിക്കാം. എന്നാൽ മനസ്സിലാക്കണമേ, അവരുടെ ഉള്ളിൽ വലിയ വേദനയാണ്. അതുകൊണ്ടാണ് അതിന്റെ 9-ാം വാക്യം എബേസിന്റെ അമ്മ നോക്കണമേ, ഏറ്റവും മാന്യന നോക്കണമേ, അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, തന്റെ അമ്മ വേദനയോടുകൂടി പ്രസവിക്കുകയാണ്, വ്യസനത്തോടുകൂടി പ്രസവിക്കുക. നമുക്കറിയാം അവിടെ കാണുവാനായിട്ട് വ്യസനപുത്രൻ എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ വേദനയോടുകൂടെ അമ്മ പറഞ്ഞേക്കാം, അനേകം പേർ കഴിച്ച് പഴങ്ങിയേക്കാം. നോക്കണമേ, നിന്റെ ഉദരത്തിലുള്ള ഈ കുഞ്ഞ് ജനിച്ചതോടുകൂടെ നിന്റെ ഭർത്താവും മരണപ്പെട്ടു പോയവരോ എന്ന് പറഞ്ഞേക്കാം. നോക്കണമേ, ഈ വേദന വീണ്ടും താങ്ങാനാവാത്ത വേദനയാണ് ഈ അമ്മയ്ക്കുള്ളത്. മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്ങാനാവാത്ത വേദനയാണ്, ഏറ്റവും തന്നെ കൊണ്ട് കഴിയാൻ പറ്റാത്ത വേദന. എങ്കിലും തന്നെ ഈ ജോലികൾ ചെയ്ത് ഈ മക്കളെ പോലെയാണ്. നോക്കണമേ, വേദനയോടുകൂടെ ഒരു ദിവസത്തിൽ പ്രസവിക്കുക, അതിവേദനയോടുകൂടെ ഈ കുഞ്ഞിനെ ചുമന്നത് വേദനയായിരുന്നു, കൊണ്ടു നടന്നത് വേദനയായിരുന്നു, മക്കൾക്ക് വേണ്ടി കരുതിയത് അമ്മ വളരെ വേദനപ്പെട്ട് കരുതി. എന്നാൽ പ്രസവ സമയമായപ്പോൾ വീണ്ടും വേദനയോടുകൂടി പ്രസവിച്ചു. അതുകൊണ്ട് അവരുടെ വേദത്തിലെ വ്യസനബോധം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് വളർന്നു വരികയാണ്, അവനെന്തെങ്കിലും ഒരു ചെറിയ വേദിക്കുകയാണെങ്കിൽ ഒരു നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എല്ലാവരും പരാതി പറയുക, ഇവൻ ജനിച്ചതോടുകൂടെ ഇവന്റെ തല കണ്ടതോടുകൂടെ ഈ കുടുംബം തീർന്നുവല്ലോ എന്ന് ഒരു വേള പറയുക. ഇത് ഈ ഓടി കളിച്ചു നടന്ന പയ്യൻ ഒരു വേള കേട്ടേക്കാം. അവനോട് പറയുകയാണല്ല, ആ പോണത് കണ്ടാൽ അവനാണ് വ്യസനപുത്രൻ, അവനാണ് വ്യസനപുത്രൻ എന്ന് ഒരു വേള പറയുക. അനേകം പേർ പറയുക. നോക്കണമേ, സ്വന്തം അമ്മയും ചില സന്ദർഭങ്ങൾക്ക് ദേഷ്യപ്പെട്ടിട്ട് പറയുക. എങ്കിലും നോക്കണമേ, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അവൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് സന്തോഷമുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് സമാധാനമുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവർ ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലും ഒരു പ്രതിഫലം ഈ ലോകത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ദൈവത്തെ കുറിച്ച് ദൈവത്തെ ആരാധിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ എന്ത് ചെയ്യും? എത്ര പ്രതികൂലം വന്നാലും ഒരു പ്രശ്നമില്ല. എങ്ങനെയാണ് പാറമേൽ പണിത വീട് പോലെ ദൈവത്തിന്റെ വചനം അനുസരിച്ചവൻ നിലനിൽക്കുക തന്നെ ചെയ്യും. വലിയ കാറ്റടിച്ചാലും വലിയ മഴ പെയ്താലും എന്ത് സംഭവിക്കുന്നില്ല, അവന്റെ അടിസ്ഥാനം പാറമേൽ ആയതുകൊണ്ട്, ജീവിതത്തിൽ പാറമേൽ ആയതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടും. നോക്കണമേ, ഇവിടെ ജീവിതത്തിൽ അനേക സംസാരങ്ങൾ വന്നേക്കാം. വേണമെങ്കിലും പെട്ടെന്ന് അവനെ സൂയിസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് വേണമെങ്കിലും ആളുകൾ പറഞ്ഞേക്കാം. എന്നാൽ അവൻ ധൈര്യശാലിയായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിൽ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ എന്ന് അനർത്ഥം എനിക്ക് വ്യസനകരമായി തീരാമെന്ന് എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. നോക്കണമേ, ഒരു ആഗ്രഹമാണ്. നമുക്കറിയാം, നമ്മളെന്തെങ്കിലും അപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണുള്ളത്? പ്ലീസ് നമ്മൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല, എങ്കിൽ നമ്മൾ പറയും ഒന്ന് കൊള്ളാമായി. ദൈവമുള്ളവരെ, യാചന കേൾക്കുന്ന ദൈവമാണ്. തന്റെ കുട്ടിക്കാലത്തിൽ തന്നെ അവന്റെ അമ്മ ഒരു കാര്യം ചെയ്തു. ഒരു വേള അവർക്ക് ഒരേ സ്ഥലം ഉണ്ടായിരുന്നേക്കാം. ഈ നോക്കണമേ, ഈ പാലസ്തീനാണെന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ ഒരേ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നയിക്കണമെന്ന് വിചാരിച്ചോ, ഒരല്പ വീതിയുള്ള ഒരു 2-3 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ വീതിയുള്ള ഒരു വസ്തുവാണെങ്കിൽ ഇതിൽ എത്തിച്ചേർന്നത് വളരെ ഉയരങ്ങളിലായിരിക്കും. മനസ്സിലാക്കണമേ, ഇവിടെ എബേസിന് ആണെന്ന സ്ഥലം ഈ 5 മക്കളുണ്ടെങ്കിൽ എബേസിന് വെറും 20 സെന്റാണ്.
എന്തുകൊണ്ടറിയാം? നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് പണ്ടൊക്കെയുള്ള അപ്പന്മാരും അമ്മമാരും മക്കൾക്ക് വസ്തുക്കൾ അതൊക്കെ പോകും. അവർക്ക് ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ ഏറ്റവും തൊട്ടപ്പുറത്ത്, അതായത് ഒന്നിനും കൊള്ളാത്ത സ്ഥലം കൊടുത്തിട്ട് അവിടെ നിർത്തും. ഇവിടെ എബേസിൽ ഒരു വീട് അങ്ങനെ നിർത്തിയേക്കാം. എന്നാൽ മനസ്സിലാക്കണമേ, എബേസ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോകും. എന്നാൽ എബേസൊക്കെ കടന്നു പോകുമ്പോൾ തന്റെ മുട്ടത്തിന്റെ മുകളിൽ ഒന്നും അവിടെ വിളയുവാനായിട്ട് പറ്റില്ല. കാരണം എന്തെന്നറിയുമോ? വെള്ളമില്ലാത്ത സ്ഥലമാണ്. താഴെ തന്നെ വെള്ളം കോരിക്കൊണ്ടു പോകാനുള്ള കഴിവില്ലാത്തവരാണ്. എന്നാൽ ഇവനൊരു യഹൂദബാലനായതുകൊണ്ട്, യുവനക്കാരനായതുകൊണ്ട് ഇവനെന്നും കടന്നു പോകുന്നത് എല്ലാവരും കണ്ടയക്കാം. ഇവൻ കടന്നു പോകും, അതിന് ഉയരങ്ങളിൽ ചെല്ലും. അവൻ വേച്ച് കഷ്ടപ്പെട്ട് അവനെ കൊണ്ട് കഴിയുന്നത് അവൻ ജോലി ചെയ്ത് അവിടെ കൊള്ളും പല കാര്യങ്ങളും സ്ഥലത്ത് വേല ചെയ്തിരിക്കാം. എന്ത് സംഭവിക്കുന്നു? ഇദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവനാണ്. അവിടെ ചെറുത് എന്തെങ്കിലും കിട്ടും. ഇതുകൊണ്ട് സന്തോഷത്തോടുള്ള ഭവനത്തിലേക്ക് മടങ്ങും. എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. തൊട്ടടുത്തൊരാളിന് ഏകദേശം 100 ഏക്കർ സ്ഥലമുണ്ട്. അദ്ദേഹത്തിന് 100 ഏക്കർ സ്ഥലമുള്ള വ്യക്തിയാണ്. നല്ലൊരു യഹൂദനാണ്. ഏറ്റവും ചാടായിട്ടുള്ള പൊക്കം കൂടിയ ഒരു മനുഷ്യനാണ്. വളരെ സമ്പന്നനാണ്. നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നല്ല അദ്ദേഹം കടന്നു വരും. അദ്ദേഹം നോക്കണമേ, അദ്ദേഹം നോക്കിയപ്പോൾ തന്റെ അതിനടുത്ത് ഒരു കൊച്ചു ബാലനുണ്ട്. എന്നാൽ എല്ലാ ദിവസവും ഇദ്ദേഹം നോക്കിക്കൊണ്ടേ പോകും. എന്നാൽ ഇദ്ദേഹം തീരുമാനമെടുത്തു, ഈ നാട്ടിലുള്ള ജനങ്ങൾ ഇതിനകത്ത് കയറി എന്റെ തോട്ടം ചീത്തയാക്കാതിരിക്കുവാൻ അദ്ദേഹം അറിയാമോ? നന്നായിട്ട് തോട്ടമെല്ലാം വേലി ചെയ്തു. ആ വേല ചെയ്തിട്ട് വേലി കെട്ടിയ ശേഷം അതിന്റെ അറ്റത്ത് ഒരു വലിയ ഗേറ്റിട്ട് അവിടെ കൂട്ടിട്ട് സൂക്ഷിച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇങ്ങനെ പല ദിവസങ്ങളിലും കടന്നു വരും. ഓരോ ദിവസവും കടന്നു വരും. എബേസാകട്ടെ, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേക്കാം. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേക്കാം. എല്ലാ ദിവസവും ദൈവത്തിനെ പ്രാർത്ഥിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? അനുഗ്രഹമുണ്ട്. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്ക്. അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എബേസ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വിശ്വാസം വലുതായി തുടങ്ങി. ചെറുതല്ല, വലുതായി തുടങ്ങി. ദൈവത്തിനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടി. ദൈവത്തോട് പ്രാർത്ഥിച്ചു, അല്ലയോ ദൈവമേ അനുഗ്രഹിക്കണം. നമുക്കറിയാം, പല സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചു. ബാലനായി നാം പ്രാർത്ഥിച്ചു. യൗവനക്കാരനായി ചേർന്നു അവൻ പ്രാർത്ഥിക്കുകയാണ്. ബാലൻ കൗമാരം കഴിഞ്ഞു. നോക്കണമേ, യൗവനക്കാരനായി ചേർന്നു. അപ്പോഴും നാട്ടുകാരെല്ലാം കളിയാക്കിയിരിക്കുന്നു. അവൻ ചില സന്ദർഭങ്ങളിൽ വേദനിച്ചിട്ട് അവന്റെ തോട്ടത്തിൽ ചെന്ന് അതിന്റെ ഉയരത്തിൽ ദൈവസനെ പ്രാർത്ഥിച്ചേക്കാം. അതേപോലെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുന്നവരെ കൈവിടാത്ത ദൈവമാണ്. നമുക്കറിയാം, ദാവീദ് രാജാവ് പല സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് അദ്ദേഹം നല്ലൊരു ബാലനാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മകനായി അദ്ദേഹം പിന്നീട് ദാവീദിനെ ഒരു വലിയ രാജാവാക്കി തീർത്തു. ചെയ്യുന്നു പ്രാർത്ഥിച്ച് കണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസമായപ്പോൾ ഈ ഏറ്റവും ഒപ്പമുള്ള അടുത്തുള്ള മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു. ഇനി ആ ദേശത്തുള്ള ആ സ്ഥലം എനിക്ക് വേണ്ട, ഒരു കാര്യം ചെയ്യാൻ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാം എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. രാവിലെ ഉറപ്പുപണിയിട്ടു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കടന്നു വരികയാണ്. കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഓർമ്മ വന്നു. ദിവസവും കാണുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു ബാല്യനായ ഒരു യൗവനക്കാരനായ ഒരു പയ്യനുണ്ട്. ആ പയ്യനെ ഒരു കാര്യം ചെയ്തേക്കാം, ഇതെല്ലാം അവനെ ഏൽപ്പിച്ചേക്കാം. തീരുമാനമെടുത്തു. അദ്ദേഹം ഓടി വരികയാണ്. തന്റെ സ്ഥലത്ത് വന്നു എബേസിനെ വിളിക്കുകയാണ്. ശ്രദ്ധ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നുപോകാൻ വളരെ മിടുക്കനായ ഒരു പയ്യനാണ്. മിടുക്കനായ ഒരു യുവാവാണ്. തന്റെ സ്ഥലം എവിടെയെന്ന് ഞാൻ അറിയുന്നില്ല. ഇതുവരെ ഞാൻ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കുന്നു. ഇങ്ങോട്ട് അടുത്ത് വാ, അവനെ വിളിക്കുകയാണ്. ഈ 100 ഏക്കർ സ്ഥലത്തിന്റെ കീ കൂട്ടിയ ശേഷം ഈ പന്നിക്കൈയിൽ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇനി ഇവിടെ കടന്നു വരുന്നില്ല. ഈ സ്ഥലം നിനക്കുള്ളതാണ്. ഈ സ്ഥലത്തെ നിനക്ക് ദാനമായി തരുന്നു. കാരണം നീ ദൈവത്തെ ആരാധിക്കുന്നവൻ, നീ ദൈവത്തെ സ്തുതിക്കുന്നവൻ, ഞാൻ ഒരു നല്ല ഗുണം കാണുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും പറയുമ്പോൾ ഒരു സുപ്രഭാതമായപ്പോൾ നോക്കണമേ, തോട്ടത്തിന്റെ അധിപൻ കടന്നു വന്നിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഇതെല്ലാം നിനക്കുള്ളത്. ചോദിച്ചു മനസ്സിലാക്കി കയ്യിലേക്ക് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ,
പ്രാർത്ഥിക്കുന്നതിന് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. നമ്മൾ 9-ാം അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ 7-ാം അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ എബേസിന്റെ പേരിലാണ് ഇന്നത്തെ ആ പട്ടണം അറിയപ്പെടുന്നത്. എബേസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ എബേസിന്റെ ാണ് ഏറ്റവും നല്ല യുവനക്കാരായ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാവുന്നത്. അനേക ശാസ്ത്രജ്ഞന്മാർ, യഹൂദന്മാരായ അനേക ശാസ്ത്രജ്ഞന്മാർ എബേസിന്റെ പേരിൽ അറിയപ്പെട്ട പട്ടണത്തിലാണ് രൂപം കൊണ്ടത്. ഞാൻ പറയട്ടെ, നമ്മളെ അനുഗ്രഹിക്കുന്നതെയോ ഒന്നാമത്തേത് പ്രാർത്ഥന കേൾക്കും, രണ്ടാമത് നമ്മുടെ പേര് മാറ്റും, മൂന്നാമത്തേത് ആ പേര് അത് ആ പട്ടണത്തിന്റെ പേരായിരിക്കും. നമ്മളവരെ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തി എന്ത് പ്രതികൂലം വന്നാലും ഈ ലോകത്ത് മുമ്പോട്ട് ഓടുന്നുവെങ്കിൽ അവസാനം ഓട്ടം സ്ഥിരതയോട് അനുഗ്രഹത്തിന്റെ ഓട്ടമായിരിക്കും. അനുഗ്രഹിച്ച ദൈവം നമ്മയും അനുഗ്രഹിക്കുവാൻ ബാധ്യസ്ഥനാണ്. ആ ദൈവത്തിന്റെ സന്നിധി നമ്മൾ തലവാക്കാം. ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരാമോ? അനേക സന്ദർഭങ്ങളിൽ പോലെ നമ്മുടെ കാര്യങ്ങളിക്കാം. അനേക സന്ദർഭങ്ങളിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളെ ആക്ഷേപിച്ചേക്കാം. അനേക സന്ദർഭങ്ങളിൽ നമ്മുടെ ദേശത്താൽ നമ്മുടെ ജീവിതത്തെ വെച്ച് അവർ മോശമായി സംസാരിച്ചേക്കാം. നമ്മുടെ ഹൃദയത്തിൽ വേദനിക്കുന്ന സന്ദർഭങ്ങൾ അനേകമുണ്ടായേക്കാം. നമ്മൾ ചിന്തിച്ച് ചെയ്യുന്നതെല്ലാം ഒരു വേള പരാജയമാറ്റി. എന്നാൽ നാം മനസ്സിലാക്കണമേ, ദൈവത്തെ പ്രകടിപ്പിക്കുന്നത് ദൈവം കൈവിടാത്ത ദൈവം. വെറും നോക്കണമേ, 2 വാക്യമുണ്ട് നമ്മെ പഠിപ്പിച്ചു. 4-ാം അധ്യായം 9-10 വാക്യത്തിലൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുകയും പിന്നത്തേതിൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണത്തിലും ഉടമയായ അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെടുന്ന പട്ടണമാണ്. അനേക ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ ശാസ്ത്രജ്ഞന്മാർ, അനേക പണ്ഡിതന്മാർ ആ ദേശത്ത് നിന്ന് രൂപപ്പെട്ടു. ഇന്നും ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഞരക്കമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കളിയാകുമ്പോൾ നമ്മുടെ ധൈര്യത്തോട് സുധൈര്യം മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ കഴിയുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ നാം വളർന്നു വരുവാൻ, ആ വിശ്വാസത്തിൽ നാം വളർന്നു വരുവാൻ ദൈവം നമ്മളെ നമ്മളായിരിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനായി വചനം വചനമെന്ന് മാറി കുറിച്ച് വീണ്ടും ബലപ്പെടുവാനായി ദൈവം സമർപ്പിക്കാം. നമ്മുടെ കണ്ണീര് വരണം ദൈവം, നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമാക്കുന്ന ദൈവത്തിന്റെ സന്നിധാനം ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിയുള്ള യേശുവേ പരമനായി നൽകുന്നുണ്ട്. അടുത്ത മാറുകഴിഞ്ഞ അങ്ങനെ സ്തുതിപ്പാനടികൾ ഒരിക്കലും വീണ്ടും ഒരു കാലം കൂടുവാൻ ദൈവടങ്ങൾ ഒരിക്കലും നാളെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക ആത്മാക്കളെ എല്ലാ ജനത്തെ കൂട്ടിച്ചേർക്കണമേ. ദൈവത്തെ രാത്രി സുഖമായി ബന്ധപ്പെടണമേ. യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, മറ്റു ഉപജീവന മാർഗങ്ങളിലായിരിക്കുന്നവരുണ്ട്. യേശുവേ ഹല്ലേലൂയ. എന്റെ ദൈവമേ, യാത്രയിലായിരിക്കുന്ന, ഭവനങ്ങളിലായിരിക്കുന്ന, യേശുവേ യാത്രയിലായിരിക്കുന്ന, മറ്റ് ആവശ്യങ്ങളോടുള്ള സ്ഥലങ്ങളിലായിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ ഭവനങ്ങൾ കൂട്ടിച്ചേർക്കണമേ. തക്ക സമയത്തോടെ ഭവനങ്ങൾ എത്തിച്ചേർന്ന് മനോഹരമായ പ്രഭാതത്തിൽ എണീറ്റ് അങ്ങനെ സ്തുതിക്കുവാൻ എല്ലാ മക്കളെയും കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, പാട്ടുള്ള സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാ കുടുംബത്തിൽ പേരെടുത്ത എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമ. വിവിധ ആവശ്യങ്ങളുണ്ട്, എല്ലാ മക്കളോടും മനസ്സിലെടുത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമ. ദൈവകൃപ പോരണമേ. എല്ലാവരുടെ സമൃദ്ധിയാ അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാ മക്കളുടെ ജീവിത അതിരുകളും വിസ്താരപ്പെടുവാൻ ദൈവകൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥനകൾ നൽകിയാതെ ആമേൻ. സമാധാനത്തോടെ ആശീർവാദം നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംസർഗം ഇന്ന് വന്നേക്ക് കലാസ്ഥാനത്ത് ഉണ്ടായി. ആമേൻ.